എല്ലാവർക്കും നമസ്കാരം. ഒന്ന് രണ്ട് ദിവസങ്ങളായി നമ്മൾ മലയാളികൾക്കിടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് ആസിഫ് അലി രമേശ് നാരായണൻ ആ ഒരു ഇഷ്യൂ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രമേശ് നാരായണൻ സാറിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ ആസിഫിക്കയുടെ ആ സമയത്തുള്ള ആ ഒരു അവസ്ഥയെക്കുറിച്ച് സഹതപിക്കാനോ വേണ്ടിയൊന്നുമല്ല. രമേശ് നാരായണൻ സാർ മാപ്പ് പറയുകയും അതേപോലെ തന്നെ ആസിഫ് അലി അത് ക്ഷമിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ആ വിഷയം പ്രത്യക്ഷത്തിൽ അവിടെ അവസാനിച്ചു. ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷമാണ് നമുക്ക് ആസിഫ് അലി എന്ന ഒരു മികച്ച നടൻ്റെ ഒരു സ്വഭാവ സൗന്ദര്യത്തെ നമ്മൾ അടുത്തറിയുന്നത്. തീർച്ചയായും നമുക്കറിയാം, കറയില്ലാത്ത മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ അന്നത്തെ ആ സാഹചര്യത്തിൽ നിന്നും പുഞ്ചിരിച്ചുകൊണ്ട് പിന്മാറാൻ സാധിക്കൂ. ആസിഫ് അലിയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം വർഷങ്ങളായി സിനിമാ ഫീൽഡിൽ വിജയിച്ച് നിൽക്കുന്ന ഒരു നടനാണ്. ആരാധക സമ്പത്തിൻ്റെ കാര്യത്തിലും അദ്ദേഹം ഒട്ടും പിറകിലല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആസിഫ് അലിക്ക് പകരം ഒരു ഈഗോ മനസ്സുള്ള ഒരു നടനാണ് അന്ന് ഈ ഒരു സംഭവം ഉണ്ടായതെങ്കിലും ഒരിക്കലും ഇങ്ങനെയായിരിക്കില്ല പ്രതികരണം. മാത്രമല്ല, പിന്നീട് രമേശ് നാരായണൻ സാറിനെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം മീഡിയാസിൻ്റെ മുൻപിൽ വന്നതും ഒരു മഹത് പ്രവർത്തനം തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ, ആസിഫ് അലി വർഷങ്ങൾക്ക് മുൻപ് അഭിനയിച്ച ഒരു സിനിമയുടെ ടൈറ്റിൽ പോലെ തന്നെ 916 ആണ് അദ്ദേഹത്തിൻ്റെ മനസ്സും. നമ്മൾ ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഒരു മികച്ച കലാകാരന് സ്വഭാവ ഗുണം ആവശ്യമാണോ എന്നതിനെക്കുറിച്ചാണ്. നമ്മളിൽ ചിലർ പറയാറുണ്ട്, ഒരു മികച്ച നടനാണെങ്കിൽ അദ്ദേഹം നന്നായി അഭിനയിച്ചാൽ മാത്രം മതി, അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ എത്ര മോശക്കാരനായാലും കുഴപ്പമില്ല എന്നുള്ളൊരു അഭിപ്രായമൊക്കെ ചിലർ മുൻപ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരു ഗായകൻ നന്നായി പാട്ട് പാടിയാൽ മതി, അദ്ദേഹം വ്യക്തി ജീവിതത്തിൽ എത്ര മോശക്കാരനായാലും കുഴപ്പമില്ല, അദ്ദേഹത്തെ സ്വീകരിക്കാം, അദ്ദേഹത്തെ നമുക്ക് ഏറ്റെടുക്കാം എന്നുള്ള രീതിയിലുള്ള അഭിപ്രായം ഇപ്പോഴും പലർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വലിയ കലാകാരന്, പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ആർട്ടിസ്റ്റിന് പൊതുസമൂഹത്തിൽ ഒരുപാട് നല്ലതും മോശവുമായിട്ടുള്ള രീതിയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കും. അതായത് ഒരു വലിയൊരു നടൻ, ആ നടൻ വളരെ വ്യക്തി ജീവിതത്തിൽ മോശം സ്വഭാവമാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് സമൂഹത്തിൽ മോശമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്താൻ സാധിക്കും. അത് അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അത് തീർച്ചയായും സംഭവിക്കും. അതേപോലെ ഒരു വലിയ മികച്ച നടൻ അല്ലെങ്കിൽ മികച്ച ഗായകൻ ഒരു നല്ല ഒരു സ്വഭാവത്തിന് ഉടമയാണെങ്കിൽ അത് സമൂഹത്തിൽ തീർച്ചയായും നല്ല രീതിയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കും. നമുക്ക് ഉദാഹരണമായി സുരേഷ് ഗോപി സാറിനെ എടുക്കാം. അദ്ദേഹം നമുക്കൊക്കെ അറിയാം, വളരെ നല്ല മനസ്സിനുടമയാണ്. അത് അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപേ തെളിയിച്ചൊരു കാര്യമാണ്. തെളിയിച്ചത് എന്ന് പറയുമ്പോൾ അദ്ദേഹം മനഃപൂർവ്വം തെളിയിച്ചതല്ല, തെളിഞ്ഞ ഒരു സംഭവമാണ്. സുരേഷ് ഗോപി സാറ് നല്ല ഒരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാനുള്ള മനസ്സുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം വഴി ഒരുപാട് കുടുംബങ്ങളെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ സുരേഷ് ഗോപി സാറ് തന്നെ ഒരു സ്വഭാവ ഗുണം ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഇത്രയും വളർന്നതുകൊണ്ട് നമുക്ക് കലാപരമായി സിനിമകൾ ആസ്വദിക്കാം എന്നതിനേക്കാൾ ഉപരി സമൂഹത്തിന് യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരു മികച്ച കലാകാരന് തീർച്ചയായും ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് സമൂഹത്തിനോട്. അവർ മുഖാന്തരം ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധ്യമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന കലാകാരന്മാർക്ക് സ്വഭാവ ഗുണം അത്യാവശ്യമാണ് എന്നാണ് ഒരു വളരെ സാധാരണക്കാരനായിട്ടുള്ളൊരു പ്രേക്ഷകൻ എന്ന നിലയിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഞാൻ സുരേഷ് ഗോപി സാറിനെ ഒരു ഉദാഹരണമാക്കി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഭാഗ്യവശാൽ നമ്മുടെ മുൻനിര നടന്മാരിൽ കൂടുതൽ പേരും, അതായത് മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെ ഭൂരിഭാഗം പേരും നല്ല മനസ്സിന് അല്ലെങ്കിൽ നല്ല വ്യക്തിത്വത്തിന് ഉടമകളാണ് എന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ മലയാളികൾ പ്രധാനമായും ഒരു കലാകാരൻ വളർന്നു വരുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് അവർ എളിമയുള്ളവരാണോ, അവർക്ക് അഹങ്കാരമുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിളായി ഒരു നടൻ്റെ അല്ലെങ്കിൽ ഒരു നടിയുടെ ഇൻ്റർവ്യൂ കാണുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക അവർക്ക് ജാടയുണ്ടോ, അവർക്ക് അഹങ്കാരമുണ്ടോ എന്നുള്ളതാണ്. അവർ വളരെ എളിമയോടെ ഫ്രണ്ട്ലി ആയി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ.
ഇവർ ഓക്കെയാണ്, നല്ല സ്വഭാവമാണ് എന്ന് നമ്മൾ വിലയിരുത്തും. ഇത് മനസ്സിലാക്കി പല മുൻനിര കലാകാരന്മാരും എളിമ അഭിനയിക്കുന്നുണ്ട്. കൃത്രിമമായിട്ടുള്ള എളിമയുണ്ട്, സത്യസന്ധമായിട്ടുള്ള എളിമയുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഓവർ എളിമയോ ഓവർ നിഷ്കളങ്കതയോ ഒന്നും വേണ്ട. ഏറ്റവും ചുരുങ്ങിയത് സമൂഹത്തിന് ദോഷം ചെയ്യാതിരിക്കുക എന്നതാണ്. റീസെൻ്റായിട്ട് സംഭവിച്ച ആ ഒരു വിഷയം തന്നെ നമുക്ക് സംസാരിക്കാം. ഇവിടെ നമ്മൾ മലയാളികൾക്കിടയിൽ തെളിഞ്ഞിരിക്കുന്നത് ആസിഫ് അലി എന്ന നടൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള മനസ്സാണ്. ആസിഫ് അലി എന്ന നടൻ്റെ വളരെ പക്വതയാർന്ന മനസ്സ് നമ്മൾ മലയാളികൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ധ്യാൻ ശ്രീനിവാസനെയൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അദ്ദേഹം കറയില്ലാത്ത മനസ്സിനുടമയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് ഇൻ്റർവ്യൂസ് കാണേണ്ടി വന്നു. പക്ഷെ ഇവിടെ ആസിഫ് അലിയുടെ ഈ ഒരു വളരെ അട്രാക്റ്റീവായിട്ടുള്ള സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വന്നത് വെറും 15 സെക്കൻഡാണ്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാക്കി ആസിഫ് അലി എന്ന നടൻ്റെ ഇത്രയും മികച്ച ക്വാളിറ്റിയുള്ള ഒരു മനസ്സിനുടമയായൊരു നടൻ നമ്മൾ മലയാളികൾക്ക് സ്വന്തമായി ഉണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ സാഹചര്യമൊരുക്കിയ രമേശ് നാരായണൻ സാറിനോട് ഞാൻ ഒരു എളിയ പ്രേക്ഷകൻ എന്ന രീതിയിൽ നന്ദി അറിയിക്കുകയാണ്. നമുക്കറിയാം, തെറ്റുകൾ മനുഷ്യ സഹജമാണ്. വളരെ സമയോചിതമായി ആസിഫ് അലിയോട് മാപ്പ് പറയാൻ തയ്യാറായ ആ ഒരു തീരുമാനം, രമേശ് നാരായണൻ സാറിൻ്റെ തീരുമാനവും നല്ല ക്വാളിറ്റിയുള്ളൊരു തീരുമാനം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ അവസാനിക്കട്ടെ. ഓരോ വിവാദങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കുക. ആരെയും അവഹേളിക്കാനോ അല്ലെങ്കിൽ ആരെയും പുകഴ്ത്താനോ ഉള്ളതല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പ്രിയ പ്രേക്ഷകരുമായി പങ്കുവെച്ചത്. ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം. താങ്ക് യു ഓൾ.